ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വീണ്ടും പണിസ്ഥലത്തെ കുഞ്ഞു വിശേഷങ്ങളും അടങ്ങിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൊക്കെ ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു കുഞ്ഞു ലൈക്ക് അടിച്ചും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് രാവിലെ അവിടെ എത്തിയപ്പോൾ പുട്ടാണ് ഉണ്ടാക്കണത്. പുട്ട് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ വേഗം ചോറിനുള്ള വെള്ളം വെച്ചതാട്ടോ. ചോറിന് വെള്ളം വെച്ച് അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മൾ അരി എടുത്തതാണ്. അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം തിളയ്ക്കാനൊക്കെ ആയി തുടങ്ങി കേട്ടോ. അപ്പോൾ ഈ അരി എടുത്തൊന്ന് കഴുകിയിട്ട് ഇട്ട് കൊടുക്കാൻ വിചാരിക്കുകയാണ്. എന്നിട്ട് വേണം മുറ്റം അടിച്ചു തരാനൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഇത് ഇട്ട് കൊടുത്ത് പോയാൽ പിന്നെ അവിടെ അടിച്ചു വരുമ്പോഴേക്കും ഇത് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വേഗം അരി ഇടാൻ വേണ്ടിയിട്ട് നിന്നതാണ്. അപ്പോൾ ഇന്നേക്ക് ഉച്ചക്കത്തേക്കും രാത്രിത്തേക്കും കൂടിയുള്ള ചോറാണ്. പക്ഷേ ഇത് വെന്ത് കഴിഞ്ഞാൽ കുറച്ച് മാറ്റി വെക്കും കേട്ടോ. ഒരു ഏകദേശം വേവായി കഴിഞ്ഞാൽ കുറച്ച് ചോറെടുത്ത് മാറ്റി വയ്ക്കും. പിന്നെ അത് വൈകുന്നേരത്തിന് ഒന്ന് തിളപ്പിച്ചിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുക. അപ്പോൾ വൈകുന്നേരം നല്ല ചൂടുള്ള ചോറ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യണത്. അപ്പോൾ അത് അടുക്കളയിൽ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം പുട്ടുണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാൻ വിചാരിച്ചിട്ട് അത് കഴുകാൻ വേണ്ടി നിന്നതാട്ടോ. അപ്പോൾ കുറച്ച് പാത്രം തന്നെയുള്ളൂ. ബാക്കി പാത്രങ്ങളൊക്കെ അപ്പുറത്തെ അടുക്കളയിൽ നിന്ന് കുറച്ച് കഴുകി വെച്ച് പിന്നെ ഇതും കൂടിയുള്ളൂ. ഇത് ഇവിടെ നിന്ന് കഴുകാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് കഴുകുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ സൗണ്ടിനൊക്കെ കുറച്ച് മാറ്റം ഉണ്ടാവേ. കുറച്ച് പനിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സൗണ്ടിനൊക്കെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകും. പിന്നെ ഇന്ന് കുറച്ച് പനി വിട്ടപ്പോൾ ഞാൻ പണിക്ക് പോയിന്നേ ഉള്ളൂ. എന്നാലും തലവേദന ഒന്നും മാറി കിട്ടാണ്ട് ബാക്കി തൊണ്ടവേദന കാര്യങ്ങൾ അതൊക്കെ മാറി കിട്ടി. അപ്പം പണിക്ക് പോവാതെ ഇരുന്നാൽ അവിടുത്തെ ചേച്ചിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാവും ഞാൻ പോവാതെ ഇരുന്നാൽ. പിന്നെ നമ്മളിങ്ങനെ കുറേ ദിവസം ലീവ് എടുത്ത് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പോവാൻ വേണ്ടിയിട്ട് നിന്ന് അങ്ങനെ ഞാൻ പോയതാണ് കേട്ടോ. ഇന്ന് പോവണ്ടെന്നൊക്കെ പറഞ്ഞതാണ് അനീഷേട്ടൻ. എന്നാലും ഞാൻ പോയി. അപ്പോൾ ഇത് കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചമുളകും തക്കാളിയും ഉള്ളിയൊക്കെ എടുത്തൊന്ന് കഴുകി അരിയുകയാണേ. ഇന്ന് ചിക്കൻ കറി വെക്കാമെന്ന് പറഞ്ഞ് ചേച്ചി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പീടികക്കാരെ ചിക്കൻ കൊണ്ടുപോയി തരും. അപ്പോഴേക്കും ഇതൊന്ന് പണി തീർത്ത് വെച്ചാൽ വേഗം ചിക്കൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ കഴുകി ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ ഇതൊക്കെ അരിഞ്ഞ് വെച്ചപ്പോഴേക്കും ചിക്കൻ കൊണ്ടുവന്ന് നിന്നിട്ടോ കോഴിപ്പീടികയിലെ ആൾ. അപ്പോൾ ഞാൻ വേഗം അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ബ്രോയിലർ കോഴിയാണ് കേട്ടോ ഇവിടെ വാങ്ങൽ. അത് അപ്പനൊക്കെ തിന്നാൻ എളുപ്പം അതാണല്ലോ. ഈ ഇറച്ചിയാകുമ്പോൾ തിന്നാൻ പറ്റും. അപ്പോൾ ഇതാണ് അധികവും ഇവിടെ വാങ്ങൽ. അപ്പോൾ ഇത് ഒരു തേങ്ങ വറുത്തരച്ച് കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതൊന്ന് സ്പീഡിൽ കഴുകിയെടുക്കാം കേട്ടോ. ഇന്ന് കുറച്ച് ചിക്കൻ പൊരിക്കാനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് പീസ് എടുത്തിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് പൊരിക്കുക കേട്ടോ. അവിടെ ഇന്ന് അവിടുത്തെ ചേച്ചീൻ്റെ മോൻ്റെ മക്കളൊക്കെ വരും. സ്കൂൾ വിട്ടിട്ട് വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കഷ്ണങ്ങളൊക്കെ പൊരിച്ച് വെക്കാമെന്ന് വിചാരിച്ചതാട്ടോ. അവർക്ക് കോഴിയിറച്ചി പൊരിക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക്. അപ്പോൾ ഇത് കുറച്ച് കറി ഉണ്ടാക്കുക, കുറച്ച് പൊരിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ചേച്ചിയും അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഓട്ടപാത്രത്തിലേക്ക് മാറ്റി വെച്ചതാട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് പൊരിക്കാനുള്ളതൊക്കെ ഒന്ന് എടുക്കണം. അപ്പോഴേക്കും നമുക്കൊരു ചെറിയ സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഉള്ളി തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് വഴറ്റിയെടുത്തിട്ട് ചട്ടിയിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഇതിലാകുമ്പോൾ പെട്ടെന്ന് റെഡി ആയി കിട്ടും. അങ്ങനെ ഒരു പ്രത്യേകത ഈ പാത്രത്തിനുണ്ട്. ഇത് സ്റ്റീലിൻ്റെ ആണ് കേട്ടോ, അലൂമിനിയത്തിൻ്റെ ആണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. അലൂമിനിയത്തിൽ പാചകം ചെയ്യരുതെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. പക്ഷേ ഇത് സ്റ്റീലാണ് കേട്ടോ സംഭവം, അലൂമിനിയം അല്ല. തെറ്റിയതാണെങ്കിൽ ഞാനതാട്ടോ വീണ്ടും പറയുന്നത്. അപ്പോൾ ഇതിലാകുമ്പോൾ പെട്ടെന്ന് ഈ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് വഴന്ന് കിട്ടും. നല്ല എളുപ്പമാണ്. അപ്പം ഞാൻ അതിൽ വഴറ്റിയിട്ട് ചട്ടിയിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചത്. അപ്പോഴേക്കും നമ്മളെ ചോറ് വെന്തോ ഒന്ന് നോക്കിയതാണ്. അപ്പോൾ ഒരു ഏകദേശം വേവായി തുടങ്ങിന്. അപ്പോൾ ഞാൻ കുറച്ച് ചോറെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഇത് വൈകുന്നേരം ഒന്നും കൂടി തിളപ്പിക്കും, എന്നിട്ട് ഉപയോഗിക്കും. അപ്പോൾ നല്ല ചൂടുള്ള ചോറുമായി അത്യാവശ്യം വേവ് വേവ് ഉണ്ടാവും. ഇത് കുറച്ച് വേവ് ആയിട്ടാണ് ഞാൻ മാറ്റി വയ്ക്കുന്നത്. അപ്പം വൈകുന്നേരം ഒന്ന് വേവിക്കുമ്പോൾ കുറച്ചും കൂടി വേവാനായിട്ടുണ്ടാവും. അപ്പോൾ നല്ലൊരു ചൂടുള്ള ചോറ് എന്ന് തന്നെ പറയാം വൈകുന്നേരത്തിനും. അങ്ങനെ മാറ്റി വെക്കും കേട്ടോ. ചില ദിവസങ്ങളിൽ ഞാനിങ്ങനെ മാറ്റി വെക്കലുണ്ട് ചേച്ചി പറയുമ്പോൾ. അപ്പോൾ അത് മാറ്റി അത് ഇനി ഒന്ന് കഴുകും കേട്ടോ. നല്ല പച്ചവെള്ളം ഒഴിച്ച് അങ്ങനെ കഴുകിയെടുക്കും. എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് കുറച്ചും കൂടി പച്ചവെള്ളം ഒഴിച്ച് അവിടെ കൊണ്ടുവയ്ക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ
ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വാടി കഴിഞ്ഞപ്പോൾ ഞാൻ ആ ചട്ടിയിലേക്ക് ഇട്ട് ഇനി ആ ചട്ടീനെ ഒന്ന് മയപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് അതിന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുത്ത് ഇത് കുറച്ച് അത്യാവശ്യം വലിയൊരു ചട്ടിയാണ് കേട്ടോ. ഇങ്ങനെ കണ്ടിട്ട് തോന്നുകയാണേ വലിപ്പമില്ലാന്ന്, വലിയ ചട്ടിയാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് വഴറ്റി തന്നെ എടുക്കണം കേട്ടോ. ആ മൂപ്പിച്ചെടുക്കുമ്പം നല്ല അടിപൊളി സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ചേച്ചി ഓരോ കാര്യങ്ങൾ പറയാനൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ തമ്മിൽ ഓരോ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പണിയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ നമ്മളെ ഉള്ളിയും തക്കാളിയും എല്ലാം ഉഷാറായിട്ട് വാടി ഇനി അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കട്ടെ വിചാരിക്കുക. വെള്ളം ഒഴിക്കാതെ തന്നെ ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ ആ ചിക്കനിലൊക്കെ മസാല പിടിക്കുമല്ലോ. അപ്പോൾ ചിക്കൻ ആദ്യമായിട്ട് ഉണ്ടാക്കുമെന്നല്ല, ഇവിടെ ഇപ്പോൾ കുറേ പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. പക്ഷേ നമ്മളെന്നും വ്ളോഗ് ചെയ്യുമ്പം അത് വീഡിയോ എടുത്തല്ലേ പറ്റൂ. അതുകൊണ്ട് ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ നല്ല തിളച്ച വെള്ളം ഉണ്ട് കേട്ടോ, അത് ഒഴിച്ചു കൊടുക്കുകയാണേ. ചോറ് ചെമ്പിൻ്റെ മുകളിൽ വെച്ച് തിളപ്പിക്കുന്ന വെള്ളമാണ്. അപ്പോൾ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പച്ചവെള്ളമല്ല ഒഴിച്ചു കൊടുക്കുന്നത്, പെട്ടെന്ന് തിളയ്ക്കാനും നല്ലൊരു ഉപകാരമാണ് കേട്ടോ ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ ചേച്ചി ഇങ്ങനെ വന്നിട്ട് കറി അത്യാവശ്യത്തിന് ഉണ്ടാവുമോ മോളെ, ഉണ്ടാവുമായിരിക്കും അല്ലേ എന്നൊക്കെ നിങ്ങൾ പറയട്ടെ. അപ്പോൾ അത്യാവശ്യത്തിനൊക്കെ ഉണ്ട് ചേച്ചിയെ, ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറയുകയാണേ. അപ്പോൾ അതൊക്കെ അങ്ങനെ അടുപ്പത്ത് വെച്ച് പിന്നെ കുറച്ച് മസാല ഉണ്ടാക്കി കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ടുള്ളൊരു പേസ്റ്റ് അതിലേക്ക് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ടൊന്ന് കുഴച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കുഴച്ച് വെച്ച് ഒന്ന് അവിടെ അടച്ച് വെച്ചാലേ ആ ചിക്കനും കൂടി വേവുമ്പോഴേക്ക് എനിക്കൊന്ന് ചായ കുടിക്കണം. സമയം ഒരു 10:30 ആയിന്. അപ്പോൾ അടിച്ചു വരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് സത്യത്തിലും കുറച്ച് ക്ഷീണം പറ്റിയിട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എൻ്റെ ചായ ഞാൻ കപ്പിലാണ് എടുത്തത്. ഞാൻ ആ കപ്പിലാണ് കേട്ടോ ചായ കുടിക്കൽ. അപ്പോൾ എനിക്ക് 2 കഷ്ണം പുട്ടൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. വലിയ പുട്ടാണ്, ഞാൻ തന്നെ ഉണ്ടാക്കിയതാണല്ലോ. അപ്പോൾ ഞാനത് വേണ്ട, എനിക്ക് ചെറിയ ചെറിയ കഷ്ണം മതി പറഞ്ഞിട്ട് ഞാനൊരു കുഞ്ഞു കുഞ്ഞു പീസാക്കി എടുക്കട്ടെ. അപ്പോൾ 2 പഴവും വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് 2 പഴമൊന്നും വേണ്ട, ഒരു പഴം മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പഴം എടുത്തിട്ടാട്ടാ പൊട്ടുന്നായിരിക്കുന്നത്. അപ്പം എന്നോട് പറയുന്നുണ്ട് അത് തിന്നാതെ അവിടെ നിന്ന് എണീച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചീത്ത എന്നോട് കേൾക്കും. ആ 2 പുട്ടും ആ 2 പഴവും തിന്നണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തമാശ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. തിന്നാൻ വേണ്ടിയിട്ട് വെക്കണ തന്നെയാണ് അവിടെ എനിക്ക് തിന്നാൻ വേണ്ടിയിട്ട്. ഈ തിന്നാതെ അവിടെ നിന്ന് എണീക്കൂല, ഞാൻ അവിടെ തന്നെ ഇരിക്കും എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പം ഞാൻ തിന്നണമെങ്കിൽ തിന്നാം, എനിക്ക് എങ്ങനെ ഇത് തിന്നാൻ കഴിയാമെന്ന് നോക്കട്ടെ. ഒരു പഴം തിന്നു കഴിഞ്ഞിട്ടല്ലേ ഞാൻ തിന്നാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഒരു പഴം തന്നെ എടുത്തിട്ട് എനിക്ക് സത്യത്തിൽ തിന്നാൻ പറ്റണില്ല. എനിക്ക് ചെറുതായിട്ടൊരു കുഞ്ഞു ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വല്ലാതെ അങ്ങോട്ട് തിന്നാനൊന്നും പറ്റില്ല. എന്നാലും ഈ പുട്ട് എടുത്തത് തിന്നണം, ആ പഴം കൂട്ടി തിന്നാന്ന് വിചാരിക്കട്ടോ. അപ്പോൾ ചേച്ചി അവിടെ ഇരുന്ന് ഫോണിൽ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് അതിനെപ്പറ്റിയൊക്കെയുള്ള ഓരോ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചായ കുടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ, വർത്തമാനം പറഞ്ഞ് ഇരുന്നൊക്കെ തന്നെയാണ് ചായ കുടിക്കൽ. പക്ഷേ ഇന്ന് ഞാൻ ചേച്ചി കുടിച്ചോളി വേഗം, ഞാൻ ചിക്കനൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞിട്ടേ ഞാൻ ചായ കുടിക്കുള്ളൂ പറഞ്ഞതാണ്. എനിക്ക് ചിക്കനൊക്കെ ഒന്ന് പുരട്ടി വെക്കണം, അപ്പോഴേക്കും ചേച്ചി കുടിച്ചാൽ മതി. അവർക്കൊക്കെ ഗുളിക കുടിക്കാനുള്ളത് കേട്ടോ, അവരെന്നെ കാത്തിരുന്നാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് ഓരോട് ഞാൻ വേഗം കുടിച്ചോളാൻ പറഞ്ഞിട്ട് ചേച്ചി കുടിച്ചതാട്ടോ. എന്നിട്ട് തന്നെ പറയും ഞാൻ ഇജില്ലാതെ എങ്ങനെയാണ് കുടിക്കുക എന്ന് പറയും. പക്ഷേ ചേച്ചി കുടിച്ചോളിയെന്ന് പറഞ്ഞ് അപ്പോൾ എനിക്കുള്ള പുട്ടൊക്കെ അവിടെ വെച്ചതാണ് ആൾ. എൻ്റെ ചായയൊക്കെ അവിടെ എടുത്ത് വെക്കും കേട്ടോ. ഞാൻ ചായ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് ചായയൊക്കെ ഉണ്ടാക്കി മധുരമൊക്കെ ഇട്ട് അവിടെ വെക്കും കേട്ടോ. ചേച്ചി അപ്പനും മധുരം ഇടാതെയാണ് കുടിക്കുക, പക്ഷേ എനിക്കുള്ള ചായ അവിടെ മധുരം ഇട്ട് സെപ്പറേറ്റ് ആയിട്ട് മൂടി വെക്കും കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെ പാൽ ചായ കുടിക്കില്ല, കട്ടൻ ചായയാണ് കുടിക്കുക. അതുകൊണ്ട് തന്നെ എനിക്ക് കട്ടൻ ചായ സ്പെഷ്യലായിട്ട് വേറെ ഉണ്ടാക്കണം കേട്ടോ. എനിക്ക് പാൽ ചായനോട് അത്ര പ്രിയമില്ല. അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ബാക്കി പരിപാടികളൊക്കെ തുടങ്ങാനായിട്ട്. അപ്പോൾ ഇനി എന്താണ് ഒന്ന് ചിക്കൻ പൊരിക്കാനും തേങ്ങ വറുത്തരയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചായ കൂടി കഴിഞ്ഞതിൻ്റെ ശേഷമാവാം അതെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഇന്ന് റോബസ്റ്റിന് വേണ്ടിയിട്ടാണ് അപ്പം പീടികയിലേക്ക് പോയതെങ്കിലും ഇന്ന് കിട്ടിയത് നേന്ത്രപ്പഴമാണ് കേട്ടോ. റോബസ്റ്റ് കഴിഞ്ഞു പോയിന്ന് പറഞ്ഞ് പീടികക്കാരെന്ന് പറഞ്ഞിട്ട് അപ്പം തിരിച്ച് വന്നത്. അപ്പം ഇന്ന് നേന്ത്രപ്പഴം വല്ലാതെയൊന്നും അങ്ങനെ വാങ്ങൂല, ഇവിടെ റോബസ്റ്റാണ് അധികം ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് അധികം റോബസ്റ്റ് തന്നെയാണ് വാങ്ങൽ. ഷുഗറൊക്കെ ഉള്ളത് കാരണം റോബസ്റ്റാണല്ലോ നല്ലത്. അപ്പം ഞാൻ വേഗം ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിതാ ആ മേശയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കേട്ടോ.
ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ മേശയാണ് ആദ്യം വൃത്തിയാക്കി എടുക്കുക. എന്നിട്ടാണ് ബാക്കി പാത്രങ്ങളൊക്കെ കഴുകാനൊക്കെ പോവുള്ളൂ കേട്ടോ. മേശ എപ്പോഴും വൃത്തികേടായി കിടക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് വന്നാൽ മേശ വൃത്തികേടായി കിടക്കണല്ലേ കാണുക. അതുകൊണ്ട് ഞാൻ മേശ ആദ്യം നല്ല വൃത്തിയായിട്ട് തുടച്ചിടും. അതാണ് മെയിൻ പരിപാടി കേട്ടോ. അപ്പോൾ ചേച്ചി പറയും ചെയ്യും, ഇത് കഴിഞ്ഞാൽ പിന്നെ സമാധാനമായല്ലോ, ഈ അത് തുടച്ചിട്ടോ എന്ന് പറയും. അപ്പം എനിക്കതൊരു ശീലമായി മാറി. അപ്പം ഞാനത് ചായ കുടിച്ച് കഴിഞ്ഞാൽ പറയാതെ തന്നെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ എനിക്ക് ബാക്കി എന്ത് ചെയ്താലും മനസ്സിനൊരു തൃപ്തിയുള്ളൂ. ഞാൻ അഥവാ ഇതിട്ട് തുടയ്ക്കാതെ പാത്രം കഴുകാനായിട്ടും പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും വന്നാലോ ഒരു വേവലാതി പോലെയാണ്. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഫ്ലാസ്കിൽ കുറച്ച് വെള്ളം, ജഗ്ഗിൽ കുറച്ച് വെള്ളവും അവിടെ കൊണ്ടുപോയി വയ്ക്കും കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ ഇവിടേക്ക് വന്നപ്പോഴേക്കും നമ്മളെ ചിക്കൻ ഇങ്ങനെ അത്യാവശ്യം വെന്ത് റെഡിയായിന്. അപ്പോൾ ഇനിയൊന്ന് തേങ്ങ വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അപ്പോൾ തേങ്ങ, വെളുത്തുള്ളി, ചെറിയ ഉള്ളിയൊക്കെ തോല് പൊളിച്ചിട്ട് എടുത്ത് റെഡി ആക്കണം കേട്ടോ. തേങ്ങ പിന്നെ ഞാൻ മെനിയാന്ന് ചിരവി വെച്ചത് ഫ്രീസറിൽ വെച്ചതാട്ടോ. കാരണം സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എപ്പോഴും തേങ്ങ ചിരവി എടുത്തേക്കല്ലോ. അപ്പം ചിരവേണ്ട ആവശ്യം വന്നില്ല. അതുള്ളത് ഞാൻ വേഗം ഇടാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ വേണമെങ്കിൽ പോകുമ്പോൾ ഞാൻ ചിരവി വയ്ക്കും. അത് നിർബന്ധമാണ് കേട്ടോ ചിരവി വയ്ക്കൽ. അപ്പോൾ ആ തേങ്ങ ഞാൻ മുഴുവനായിട്ട് എടുത്ത് വറക്കുകയാണ്. അപ്പോൾ ഇനി വറുത്തരച്ചത് തോന ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി വെച്ചാൽ മതിയല്ലോ കുറച്ച്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല ഉഷാറായിട്ടൊന്ന് തേങ്ങ വറക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്പീഡ് കുറച്ചിട്ടോ അടുപ്പ്. ഓവർ സ്പീഡാകുമ്പോൾ കരിഞ്ഞു പോകും. ഒരു ഇളക്കം ഇത്തിരി നേരം ഒന്ന് നിന്നാൽ മതി, കരിഞ്ഞു പോകും. ഇതൊരു ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടാട്ടോ. അതുകൊണ്ടാണ് ഈ ചീനച്ചട്ടി ഇങ്ങനെ ഉപയോഗിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിൽ എന്തുണ്ടാക്കുകയാണെങ്കിലും പെട്ടെന്നായി കിട്ടും. അങ്ങനെ ഒരു പ്രത്യേകത ഈ ചീനച്ചട്ടിക്കുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നമ്മളിത് ഉപയോഗിച്ച് ശീലമായി കഴിയുമ്പോഴാണ് നമുക്ക് ഓരോ പാത്രത്തിനോടും ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. അതിൽ ചെയ്താൽ വേഗം പണി തീരും, ആ പാത്രം എടുത്താൽ അതിൽ ചെയ്യുക, അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടാവുമല്ലോ. അതുപോലെയാണ് കേട്ടോ എനിക്കിവിടെ. അപ്പോൾ ഞാൻ ആ തേങ്ങ വറക്കണതിൻ്റെ ഇടയിൽ കൂടെ തന്നെ വേഗം ചിക്കൻ പൊരിക്കാമെന്ന് വിചാരിക്കുക കേട്ടോ. പണി വേഗം കഴിഞ്ഞ് എനിക്ക് വേഗം വീട്ടിൽ പോവാമല്ലോ, അതിന് വേണ്ടിയിട്ടാണേ. അപ്പോൾ ആ വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് ചൂടായവരെ ചിക്കൻ പുരട്ടി വെച്ചിട്ട് കുറേ നേരമായല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ലോണം മസാല പിടിച്ചിന് കേട്ടോ. അപ്പോൾ ഓവർ മസാല എരിവൊന്നും കൂട്ടിയിട്ടില്ല. മക്കൾക്ക് തിന്നാനായതുകൊണ്ട് തന്നെ കുറച്ച് എരിവ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിതാ പൊരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് സ്വരുക്കൂട്ടി വെച്ച്. ഈ പാത്രത്തിൽ ദോശ ഉണ്ടാക്കണതല്ല കേട്ടോ. ഒരു ചേച്ചി ഒരു അഭിപ്രായം പറഞ്ഞ് ദോശ ഉണ്ടാക്കണ പാത്രത്തിൽ മീനൊന്നും പൊരിക്കാൻ പാടില്ല എന്ന്. പക്ഷെ ഇത് ഇങ്ങനെ ഫ്രൈ കാര്യങ്ങൾ, മീനും ചിക്കനൊക്കെ പൊരിക്കാനായിട്ടുള്ള പാത്രം തന്നെയാണ് കേട്ടോ. ദോശയ്ക്കൊക്കെ വേറെ പാത്രമാണ്, വേറെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം. ഇതിങ്ങനെ പൊരിക്കാനും ഫ്രൈ ചെയ്യാനും ഒക്കെ ഉള്ള പാത്രമാണ്. അപ്പോൾ നമ്മൾ എല്ലാത്തിനും അതിൻ്റേതായ പാത്രങ്ങളുണ്ട് കേട്ടോ. ഒന്നിൽ ചെയ്യാൻ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കണമെങ്കിൽ വേറെ പാത്രമുണ്ട്. അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. നമ്മൾ അതെടുത്ത് ഉപയോഗിച്ചാൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചിക്കൻ ഒരു ഭാഗമൊക്കെ ഉഷാറായി വെന്തുടങ്ങിന്. അപ്പോൾ അതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കട്ടെ വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതവിടെ കിടന്ന് വേകുമ്പോഴേക്കും നമുക്ക് വേഗം തേങ്ങ വറുത്തതൊന്ന് അരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയിൽ ഇട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. അല്ലെങ്കിൽ വെള്ളമില്ലാതെ അരയ്ക്കുമ്പം ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ 2 നേരത്തേക്കുള്ള തേങ്ങ അരച്ചത് ഉണ്ടാവും ഇട്ടത്. കുറച്ചധികം തേങ്ങ തന്നെ വറുത്തെടുത്തോണ്ട് അത്യാവശ്യത്തിന് ഉണ്ടാവും. അപ്പം നല്ലോണം അരച്ചൊക്കെ റെഡി ആയിന് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് അരച്ചെടുത്തിന്. അതൊന്ന് കുറച്ചേ എടുക്കണുള്ളൂ കേട്ടോ. കുറച്ച് ഇവിടെ ഫ്രീസറിൽ വെച്ചതുണ്ട്, അതെടുത്ത് ഞാൻ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചുകൊണ്ട് അത് അത്യാവശ്യത്തിനുള്ളതുകൊണ്ട് ഇതൊന്ന് കുറച്ചെടുത്തിട്ട് യോജിപ്പിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് നല്ലോണം കലക്കി ഒഴിച്ച് കൊടുക്കണ്ടേ. പിന്നെ ആവശ്യത്തിന് കറി ഇന്ന് എന്തായാലും നിർബന്ധമാണ് കേട്ടോ. അത്യാവശ്യം കറി വേണം, അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് ഒഴിച്ചും കൊടുക്കണം. പിന്നെ നല്ല ചൂടുവെള്ളം ഉള്ളത് എടുത്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ചിക്കൻ കറീൻ്റെ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞു തുടങ്ങിയാണ്. ചിക്കൻ പൊരിച്ചത് അവിടെ കിടന്ന് അത്യാവശ്യത്തിന് വേവണമുണ്ട് കേട്ടോ. അപ്പോൾ ഓവറായിട്ട് വേവിക്കില്ല, ഒന്ന് സിമ്മിലിട്ട് കൊടുത്തിട്ടേ വേവിക്കുള്ളൂ കേട്ടോ. ആ ഒരു സിമ്മിൽ കിടന്ന് തന്നെ അത് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ അങ്ങോട്ട് നല്ലോണം മൊരിയുന്നത് അത്ര വലിയ താല്പര്യമില്ല. അങ്ങനെയാകുമ്പോൾ ഒരു മീഡിയം രീതിയിലൊക്കെയാണ് വേവിച്ചെടുക്കുക കേട്ടോ. കുട്ടികൾക്ക് അങ്ങനെയൊക്കെയാണ് ഇഷ്ടം അവിടെ. അങ്ങനെ എന്തായാലും കറിയൊക്കെ ഏകദേശം റെഡിയായി നല്ലോണം തിളച്ചൊക്കെ വന്ന് കുറച്ച് മല്ലിച്ചപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഉഷാറായിട്ട് ഇനി ഇതൊന്ന് അപ്പുറത്തെ അടുക്കളയിലേക്ക് കൊണ്ടുവയ്ക്കണം. അവിടെ നിന്ന് എടുത്ത് പാത്രത്തിലേക്ക് ആക്കാനാണല്ലോ എളുപ്പം. അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാലും ചേച്ചി ബുദ്ധിമുട്ടരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം അവിടേക്ക് കൊണ്ടുപോയി വെച്ചിട്ടാട്ടോ പോവുക. ഒന്നും ഇവിടെ വെച്ചിട്ട് അങ്ങനെ പോവില്ല. എല്ലാം അവിടേക്ക് കൊണ്ടുവച്ച് അടുക്കളയെല്ലാം വൃത്തിയാക്കിയിട്ടിട്ടേ പോവുള്ളൂ കേട്ടോ. അപ്പോൾ അത് അവിടെ കൊണ്ടുവച്ച് അതിൽ കുറച്ചും കൂടി കറിവേപ്പില ഒന്നിട്ട് കൊടുത്ത് അപ്പോൾ ആ ചൂടിൽ കിടന്നിട്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി വാടുമ്പം അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇത് അത്യാവശ്യം ചിക്കനും വെന്തിട്ടാ. ഇനി ഇതും കൂടി ഒന്ന് അവിടെ കൊണ്ടുവയ്ക്കണം. അവിടെയുണ്ട് കേട്ടോ ഗ്യാസ് അടുപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് വേണമെങ്കിൽ തിന്നണ സമയത്തൊന്ന് ചൂടാക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഗ്യാസ് അടുപ്പൊന്ന് ഓണാക്കിയാൽ മതി. അപ്പോൾ ചേച്ചി പറയും ഈ അവിടെ അടുപ്പിന്മേൽ വെച്ചോ, വേണമെങ്കിൽ ചൂടില്ലെങ്കിൽ ഞാനത് ചൂടാക്കി കൊടുത്തോണ്ടെന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം അങ്ങനെ തന്നെ കൊണ്ടുപോയി വെക്കും. അത് കഴിഞ്ഞാലേ എനിക്ക് സമാധാനം ആവുള്ളൂ കേട്ടോ. എല്ലാം ഇവിടെ നിന്ന് ആ അടുക്കളയിൽ എത്തിക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ വേഗം ഉപ്പേരി ഉണ്ടാക്കാൻ നിന്ന്. കുറച്ച് കറമൂസ ഉപ്പേരി, കറമൂസ എന്ന് പറഞ്ഞാൽ പപ്പായ. അപ്പോൾ കുറച്ച് ഉണ്ടാക്കണേ ഉള്ളൂ. അതൊന്നിതാ കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും ഒക്കെ ഒന്നിട്ട് വഴറ്റുകയാണേ. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പം മുളക് പൊടി ഇട്ടിട്ട് ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇത് വഴറ്റിയെടുക്കും ഉള്ളിയൊക്കെ. അതിലേക്കാണ് പിന്നെ നമ്മൾ കറമൂസ ഇട്ട് കൊടുക്കുക. തേങ്ങ ഇട്ട് കൊടുക്കണം, പക്ഷെ തേങ്ങ ചിരവിയതൊക്കെ ഞാൻ അരയ്ക്കാനെടുത്തല്ലോ. അപ്പം ഇതിലേക്ക് എന്താ പറയുക മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം കറമൂസ അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുത്തിട്ട് ഇനി തേങ്ങ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കട്ടോ. അപ്പോഴേക്കും ഞാൻ തേങ്ങ ചിരവി എടുക്കണം. ഇതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും തേങ്ങ ചിരവി എടുക്കാനേ ഉള്ളൂ. അപ്പോൾ തേങ്ങ പൊളിച്ചതൊന്നുമില്ല. ആ ഇടയിൽ കൂടെ പോയിട്ട് ഒരു തേങ്ങ പൊളിച്ചെടുക്കണം. അപ്പോൾ ഇനി ഇതൊന്നും ഇവിടെ വെച്ചതിന് ശേഷം വേണം തേങ്ങ പൊളിച്ചെടുക്കാൻ പോകാനായിട്ട് കേട്ടോ. അങ്ങനെ ഇത് ഞാൻ ചോറൊന്ന് വാർക്കട്ടെ വിചാരിക്കുകയാണ്. ചോറൊക്കെ ഒന്ന് വെന്ത് അപ്പോൾ ചോറിന് കുറച്ച് കഞ്ഞിവെള്ളം മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി വല്ല ഡ്രസ്സിലും കഞ്ഞിവെള്ളം മുക്കണമെങ്കിൽ അത് ചെയ്യാമല്ലോ. ചിലപ്പോൾ കപ്പൻ്റെ മുണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കഞ്ഞിവെള്ളം മുക്കിയിടും കേട്ടോ തിരുമ്പി കഴിഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഞ്ഞിവെള്ളം വേണ്ടി വരുമോ വിചാരിച്ചിട്ട് കുറച്ച് അവിടെ ശേഖരിക്കുന്നുണ്ട്. വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ചെമ്പൊക്കെ അവിടെ വെച്ച് കൊടുത്തതാണ്. ഈ റൈസ് കുക്കർ ഒന്ന് അതിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ എടുത്ത് വെച്ചിട്ടോ. ഇനി തേങ്ങ ഒന്ന് ചിരവിയെടുത്തിട്ട് ഇതിന് അത്യാവശ്യത്തിന് മാത്രം ഉപ്പേരിയിലേക്ക് ഇട്ട് കൊടുക്കുകയുള്ളൂ. ഓവറായിട്ടൊന്നും ഇട്ട് കൊടുക്കില്ല കേട്ടോ തേങ്ങ. അങ്ങനെ ഉപ്പേരിയിൽ ഓവർ തേങ്ങ ഇട്ട് കൊടുക്കണതിനോട് ചേച്ചിക്ക് വലിയ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ ഇത്തിരി മാത്രം പെട്ടെന്ന് ചിരവിയെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിന്. ഇനി അതൊന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തിട്ട് നല്ലൊരു അടിപൊളി ഉപ്പേരിയനാക്കി എടുക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി ബാക്കി തേങ്ങയും കൂടി ചിരവിയെടുക്കാൻ. ഇനി ചിരവണ തേങ്ങ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കണം. ഇതുപോലെ തന്നെ എപ്പോഴെങ്കിലും ഞാനൊരു ദിവസം ലീവായാൽ ചേച്ചി ബുദ്ധിമുട്ടരുതല്ലോ എന്നും പറയുന്ന പോലെ തന്നെ. അപ്പോൾ ചേച്ചിക്ക് ഇങ്ങനെ തേങ്ങ ചിരവാനൊക്കെ പ്രയാസമാണ് കേട്ടോ, സുഖമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിരവിയൊക്കെ വെച്ച് കൊടുത്തിട്ട് തന്നെയാണ് പോവൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് ശീലമായതുകൊണ്ട് ഞാനത് അതിൻ്റേതായ മുറയ്ക്ക് അങ്ങനെ ചെയ്യും കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ ആയി തുടങ്ങി, ചിരവി കഴിഞ്ഞു തുടങ്ങി. അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ട് ഇതാ ഒന്ന് അടുപ്പിൻ്റെ ഇടയ്ക്ക് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാലൊരു സമാധാനമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉഷാറായിട്ട് തുടയ്ക്കുമ്പോൾ എല്ലാ സാധനങ്ങളും മാറ്റി വെച്ചിട്ട് തുടയ്ക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അവിടുത്തെ അതൊന്നും പോവില്ല. അപ്പോൾ അല്ലെങ്കിൽ തുരുമ്പ് പിടിക്കുമല്ലോ അടുപ്പിൻ്റെ അവിടെയൊക്കെ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് തുടച്ച് മാറ്റി ഉഷാറായിട്ട് തുടച്ചിട്ട് എല്ലാം അതുപോലെ തന്നെ വെക്കും. പിന്നെ ഒരു 2 പാത്രം കഴുകാണ്ട് ഇനിട്ടോ അതും കൂടി ഒന്ന് കഴുകി റെഡിയാക്കി. ഇനി ആ ചോറൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് ആക്കണം. പക്ഷേ ആ ചോറിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടാനൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ റെഡിയായി കഴിഞ്ഞിട്ടേ ഞാൻ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുള്ളൂ. അങ്ങനെ മിക്സിയും കുറച്ച് പാത്രങ്ങൾ അത് അപ്പോൾ ഇങ്ങനെ ഞാൻ കഴുകി വെക്കണോണ്ട് വല്ലാതെ പാത്രങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകിയിട്ട് അപ്പുറത്തെ അടുക്കളയിലെ കൊട്ടയിലേക്ക് കൊണ്ടുപോയി വെക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം എനിക്കവിടെ കുറച്ച് ചേച്ചി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഓട്സ് കാച്ചിയതാണ് കേട്ടത്. അപ്പോൾ അതൊന്ന് കുടിക്കണം. അത് കുടിച്ചില്ലെങ്കിൽ ചീത്ത കേൾക്കും. അപ്പോൾ കുറച്ച് നേരമായി അതവിടെ എനിക്ക് വേണ്ടി എടുത്ത് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ കുടിക്കാം എന്നിങ്ങനെ പറയാമെന്നല്ലാതെ കുടിക്കാൻ ചെന്നിട്ടില്ല. അപ്പോൾ അതിനുള്ള ചീത്ത വേറെ കേൾക്കും. അതുകൊണ്ട് ഞാൻ ഇനി അത് കുടിച്ചിട്ടേ ബാക്കി പരിപാടികളൊക്കെ ചെയ്യണുള്ളൂ കേട്ടോ. ഇനിയൊന്നും അടിച്ചു വരാനൊക്കെ ഉണ്ട്. അപ്പോൾ അകം കൊലായി എല്ലാം അടിച്ചു വരാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അടിച്ചേരി കഴിഞ്ഞാൽ ഞാൻ നേരെ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. സ്പീഡിൽ പോകണം. നല്ല വെയിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വീട്ടിൽ ചെന്നിട്ടും അത്യാവശ്യം പണികളൊക്കെ എടുക്കാനുണ്ട് കേട്ടോ.
ഇന്നലെ പനിയായ കാരണം ഇന്ന് രാവിലെ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പാചകം മാത്രം ചെയ്ത് വെച്ച് പോകുന്നതാണ്. പോയിട്ട് വേണം പണിയൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അതാ കറി ഉഷാറായിട്ടുണ്ട്, പൊരിച്ചതുണ്ട്, നല്ല ചിക്കൻ പൊരിച്ചത് അടിപൊളിയായിട്ട് സൂപ്പറാണല്ലോ അല്ലേ. പിന്നെ കറമൂസേൻ്റെ ഉപ്പേരി കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റായി. ഇനി ഞാൻ വേഗം പോകാനുള്ള ഒരു തയ്യാറെടുപ്പൊക്കെയാണ്. അപ്പോൾ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ നമ്മളെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ, സി യു. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് കേട്ടോ. ബൈ.